നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധി പറഞ്ഞു. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഇവർക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഇവരുടെ ശിക്ഷാവിധി സംബന്ധിച്ച വാദം ഡിസംബർ 12-ന് ആരംഭിക്കും. ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞു. എനിക്ക് കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം കേസിൽ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷനെ തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ളവരെ കോടതി വെറുതെ വിട്ടു. 7 മുതൽ 10 വരെയുള്ള പ്രതികളെയാണ് വെറുതെ വിട്ടത്. സംഭവം നടന്ന് 8 വർഷത്തിനു ശേഷമാണ് വിചാരണ കോടതി കേസിൽ വിധി പറഞ്ഞത്. നടൻ ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. വിധി പ്രസ്താവിക്കുന്ന ഇന്ന് എല്ലാ പ്രതികളോടും കോടതിയിൽ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ദിലീപ് അടക്കമുള്ള പ്രതികളെല്ലാം കോടതിയിൽ എത്തിയിരുന്നു. സുനിൽ NS, പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജേഷ്, സലീം H, വടിവാൾ സലീം, പ്രദീപ്, ചാർലി തോമസ്, P ഗോപാലകൃഷ്ണൻ, ദിലീപ്, സനിൽകുമാർ, മേസ്തിരി സനിൽ, ശരത് G നായർ എന്നിവരാണ് കേസിലെ 1 മുതൽ 10 വരെയുള്ള പ്രതികൾ. അതേസമയം അതിജീവിതയുടെ അമ്മ, കൂട്ടുകാരി രമ്യ നമ്പീശൻ തുടങ്ങിയവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളും അതിജീവിതയ്ക്ക് ഇല്ലെന്ന് ഇവരെല്ലാം മൊഴി നൽകിയിരുന്നു. PT തോമസിനെ ഒന്നും അറിയില്ല. ദിലീപിനെതിരെയാണ് ഗൂഢാലോചന നടത്തിയത്. സത്യമായ ഒരു തെളിവും ഈ കേസിലില്ലെന്നും ദിലീപിന്റെ അഭിഭാഷകനായ B രാമൻപിള്ള പറഞ്ഞു. ബാലചന്ദ്രകുമാറിനെ ഇറക്കിയത് ഗൂഢാലോചനയുടെ ഒരു ഭാഗം മാത്രമാണ്. ദിലീപിനെ പ്രതിയാക്കാൻ മാത്രമായി ഒരു സീനിയർ ഉദ്യോഗസ്ഥ ആ ടീമിലെ ഏറ്റവും ജൂനിയർ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ അന്വേഷണം ഏൽപ്പിച്ചു. 200 സാക്ഷികളെയും വിസ്തരിച്ച ശേഷം പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അഭിഭാഷകനായ B രാമൻപിള്ള ആരോപിച്ചു. സത്യത്തിനും നീതിക്കും ന്യായത്തിനും യോജിച്ച ജഡ്ജിമെന്റ് വിധി. ഇതെല്ലാം വേറെ വിധി അതിനകത്ത് ഒക്കത്തില്ല. തീർച്ചയായിട്ടും പോകില്ല. അപ്പീൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതി പോകും. അതിനപ്പുറം കൂടെ അവിടെ പോകും. കള്ളത്തിൽ കൊണ്ട് മാത്രം ഒരു കേസ് ജയിക്കാൻ നോക്കൂ. വിധി ന്യായമായിട്ട് വിധി ഉണ്ടായി പ്രതീക്ഷിച്ചത്. അല്ലാതെ അതിനകത്ത് വേറെ വിധി നടക്കാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവർ പറയുന്നവരെല്ലാം ശിക്ഷിക്കണം. അവരല്ലല്ലോ പറഞ്ഞു ദിലീപിൻ്റെ കാര്യം. ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസ് രേഖപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളുമില്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവില്ല. പിന്നെ എങ്ങനെ ശത്രു വന്നു? പിന്നെ കൂറുമാറി എന്ന് പറഞ്ഞാൽ കള്ളമൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ. ഒരു മൊഴി രേഖപ്പെടുത്താൻ കേസിന് ആവശ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തും. അത് സപ്പോർട്ട് ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മൊഴി മാറി പ്രോസിക്യൂഷൻ സാക്ഷിയിലുണ്ട്. ഈ ആദ്യ ചാർജ് കൊടുത്ത DYSP, അതിൽ FI സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ ഒരു CI, അതിലാദ്യം ഇവരെ കണ്ട തൃക്കാക്കര ACP, അവരുടെ എല്ലാം മൊഴി മാറ്റിച്ചാണ് കോടതി മൊഴി പറയിപ്പിച്ചത്. അവരുടെ എല്ലാം മുൻമൊഴികളുണ്ട്. അവരാരും അങ്ങേർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങേരെ കൊണ്ട് എന്ത് മൊഴി പറയാനാ? അങ്ങേർക്ക് എന്ത് മൊഴി പറയാനാ PT തോമസിന്? ഈ കേസ് ദിലീപിലേക്ക് എത്തിക്കാൻ പ്രത്യേകമായ എന്തെങ്കിലും ഗൂഢാലോചന നടന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലേ. കേസിന് മൊത്തം ഞാൻ കേസ് നടത്തിയ ആളല്ലേ. മൊത്തം വായിച്ചാൽ എനിക്കറിയാം.
എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ ഒക്കില്ല. എനിക്ക് എൻ്റെ ഊഹങ്ങളല്ല, നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കക്ഷി ഇരയാക്കപ്പെട്ടതാണെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നു. അതാലോചിക്കാം, ജഡ്ജ്മെന്റ് കാണട്ടെ. ഈ 7 വർഷം ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ വലിയ നീണ്ടൊരു കാലയളവായിരുന്നു നിയമ. ഇത്രയൊരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ അരനൂറ്റാണ്ട് കഴിഞ്ഞ് കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ടൊരു തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? ഒരു കള്ളക്കേസ്. അത് ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ്, അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അതുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിൽ തീരേണ്ട കേസ്. കോടതി വിധിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. പൂർണ്ണമായിട്ടുള്ള വിധി പുറത്തു വന്നിട്ടില്ല. എങ്കിലും കുറെ പേര് കുറ്റക്കാരാണ്, അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വന്നിട്ടുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് അതിജീവിതയ്ക്ക് ഉണ്ടായത്. അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് വളരെ സഹായകരമാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അന്ന് MLA ആയിരുന്ന, തൃക്കാക്കര MLA ആയിരുന്ന ശ്രീ PT തോമസിന്റെ അതിശക്തമായ ഇടപെടലാണ് ഇതിങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാശിയോടുകൂടിയുള്ള ഇടപെടലാണ് ഇങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വരാൻ കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കേസ് പോലും ഇല്ലാതെ പോകാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ അത് വാശിയോടുകൂടി ഇങ്ങനെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും അതിലെ പ്രതികൾ രക്ഷപ്പെടരുത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വാശി കൂടി ഇതിനകത്തുണ്ട്. തീർച്ചയായും നമ്മൾ കുറെ കൂടി സ്ത്രീ സുരക്ഷ കേരളത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ. അപ്പോൾ സാധാരണക്കാർക്ക് പോലും ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഈ മയക്കുമരുന്നിന്റെ ഇതുകൂടി വന്നതോടുകൂടി സ്ത്രീകൾ ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ, അവരെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ പോലീസും അതിന്റെ അനുസരിച്ചുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ വേണം. പരാതികളുമായി വരുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടി മെച്ചപ്പെടുത്തണം. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ സംവിധാനങ്ങൾ അതിന് പോരാ, കൂടുതൽ ആക്രമണം വരികയാണ്. പല പോലീസ് സ്റ്റേഷനുകളിലും വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതൊക്കെ കുറെ കൂടി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് യോജിച്ച സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും സർക്കാർ അപ്പീൽ പോകുമല്ലോ. ഈ കേസിൽ അപ്പീൽ പോകുമല്ലോ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, സർക്കാർ അപ്പീൽ പോകും. കോടതിക്ക് മുമ്പാകെ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെ. അപ്പോൾ പ്രോസിക്യൂഷന് അതിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. അപ്പീൽ പോകുമ്പോൾ അപ്പീൽ കോടതി, അവിടെ വിചാരണയൊന്നും നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും. നമ്മളിപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കേണ്ടത്. ഈ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തില്ലെങ്കിലാണ് അപ്പീൽ കോടതി ഉള്ളത്. ഇപ്പൊ പ്രോസിക്യൂഷൻ അപ്പീൽ കോടതിയെ സമീപിക്കാം. അല്ല, അത് പരിശോധിക്കണം. അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വരാതെ നമ്മളെങ്ങനെയാണ് പറയണം? ഞാനൊരു വക്കീൽ കൂടിയാണ്, ഞാൻ വെറുതെ കയറി കമന്റ് പറയാൻ പറ്റും? അതായത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ജഡ്ജ്മെന്റിലാണ്, വിശദമായ ജഡ്ജ്മെന്റിലാണ് പറയേണ്ടത്. കോടതിയാണ് പറയേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത്, ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ശിക്ഷിച്ചത്, ഏത് തെളിവുകൾ ഇല്ലാത്തതിന്റെ അഭാവത്തിന്റെ പേരിലാണ് ആളുകളെ വെറുതെ വിട്ടത്, അല്ലെ? അതിൽ പ്രോസിക്യൂഷൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഇതൊക്കെ വിശദമായ ജഡ്ജ്മെന്റ് വരുമ്പോഴല്ലേ പറയാൻ പാടുള്ളൂ. ഞാനത് മുൻകൂട്ടി ഒരു ഊഹത്തിൽ അത് പറയുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ, ശരിയാണ്? അതൊക്കെ വെറുതെയാവും. അതൊക്കെ വെറുതെ നമ്മളങ്ങനെ പറയാൻ പാടില്ല.